നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഒരു ഡെസ്ക് മേക്ക് ഓവർ ആണ്. കുറച്ച് നാളായി ഒരു വൈറ്റ് ടേബിൾ മേടിക്കണമെന്ന് വിചാരിച്ച് നടക്കുകയായിരുന്നു. ഫൈനലി അങ്ങനെ അത് മേടിച്ചു. ഓൺലൈനായിട്ടാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണമല്ലോ, ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു മേക്ക് ഓവർ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഉണ്ടാവുന്നത്. അധികം മെറ്റീരിയൽസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാണ്ടാണ് ഇപ്പം ഈ ഒരു മേക്ക് ഓവർ ചെയ്യണത്. നെക്സ്റ്റ് ടൈം ഇനി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നല്ല രീതിയിൽ ഒരു മേക്ക് ഓവർ കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു വാൾ ഷെൽഫ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് യൂസ് ചെയ്യണത് ഫോം ഷീറ്റ് ആണ് കേട്ടോ. ഇതുപോലെ ഒരേ സൈസിൽ 2 പീസ് കട്ട് ചെയ്തെടുക്കണം. ഫോം ഷീറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് അത് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നമ്മുടെ നൈഫ് ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ. ഈ ഒരു ഫോം ഷീറ്റ് നല്ല രീതിയിൽ ഒട്ടി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഫ്ലസ് ക്യൂക്ക് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. വേറെയുള്ള ഗമ്മൊന്നും യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നിൽക്കൂല. ഇനി നെക്സ്റ്റ് ഈ ഒരു ഫോം ഷീറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ ഒരു ടേബിൾ ഓർഗനൈസറും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അത് എങ്ങനെ വേണം എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്ത് നോക്കുകയാണ്, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു ടേബിളിന്റെ സൈസ് അനുസരിച്ചിട്ടാണ് ഈ ഒരു ഓർഗനൈസർ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ടേബിളിന്റെ സൈസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഏകദേശം ഒരു രൂപത്തിൽ അത് ചെയ്തെടുക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ മെഷർമെന്റ് ഒന്നും കാണിച്ചിട്ടില്ല. ഇനി അത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഫ്ലസ് ക്യൂക്ക് വെച്ചിട്ട് ഈ ഒരു ഫോം ഷീറ്റ് ഒട്ടിക്കുന്ന സമയത്ത് അത് വേഗം ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. നമ്മളൊന്ന് വെച്ച് കൊടുക്കേണ്ട താമസമുള്ളൂ, അത് അപ്പം തന്നെ അത് ഒട്ടി നിൽക്കായിരുന്നു. അങ്ങനെ എനിക്കൊരു ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുമ്പോഴത്തേന് അത് ഒട്ടിപ്പിടിച്ചു. അപ്പം എനിക്കത് പിന്നെ എടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓർഗനൈസറിന് ചെറിയൊരു വളവും തിരിവൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിട്ടുള്ള വാൾ ഷെൽഫ് സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്യണത്. ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യണോണ്ട് തന്നെ ഈ ഒരു സംഭവത്തിന് യാതൊരു ഗ്യാരണ്ടി ഉണ്ടാവില്ല കേട്ടോ. എപ്പോൾ വേണമെങ്കിലും ഇത് പറഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മീഷോന്ന് ഇതുപോലെ കുറച്ച് വാൾ പോസ്റ്റേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും പോസ്റ്റേഴ്സിന് 120 രൂപ അങ്ങനെ എന്തോട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ റൂം ആയിക്കോട്ടെ ഡെസ്ക് ആയിക്കോട്ടെ എഫോർഡബിൾ ആയിട്ട് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് മസ്റ്റ് ആയിട്ടും പർച്ചേസ് ചെയ്തോ. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പിൻട്രസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ക്യാൻവയിൽ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് 20 രൂപൻ്റെ കളർ പേപ്പർ പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി എഫോർഡബിൾ ആയിട്ട് കിട്ടും. ഈ ഒരു വാൾ പോസ്റ്റേഴ്സ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അതാവുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് പറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. വാളിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് പറിച്ചെടുക്കുന്ന സമയത്ത് നമ്മളെ വോളൊക്കെ ആകെ നാശാവും, ചുമരിലത്തെ പെയിന്റ് ഒക്കെ ഇളകി വരും കേട്ടോ. അപ്പം അങ്ങനെ വാൾ പോസ്റ്റേഴ്സ് ഒക്കെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് വലിയ വലിയ ജേണൽ സപ്ലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ നമ്മുടെ ഫോം ഷീറ്റും അതുപോലെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റും യൂസ് ചെയ്തിട്ട് ഒരു ബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഇനി
ഇനി നമ്മുടെ വൈറ്റ് ഓർഗനൈസർ ഒന്ന് അറേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അതിൽ നമ്മുടെ മെമ്മോ പാഡ്, പിന്നെ ചെക്ക് ലിസ്റ്റ്, വീക്ക്ലി സ്പ്രെഡ് അങ്ങനെയൊക്കെ എഴുതാനുള്ള കുറച്ച് ഐറ്റംസ് ആണ്. അപ്പൊ അതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ബ്രഷസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാനൊരു ഗ്ലാസ് ജാറിലാക്കിയിട്ട് അങ്ങനെ ഇട്ട് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന ചെറിയൊരു ബാസ്ക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിൽ കളർ പെൻസിൽസ് ഇട്ട് കൊടുക്കണ്. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വാൾ ഷെൽഫിൽ ഐറ്റംസ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഫസ്റ്റ് തന്നെ ഒരു ഫ്രെയിമാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മോൾഡിറ്റ് ക്ലേ യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഡെക്കോർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, ഒരു റിംഗ് ഹോൾഡർ. അപ്പൊ അത് വെച്ച് കൊടുക്കാന്ന് വിചാരിച്ചു. ഒരു ഫേക്ക് പ്ലാന്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്ലാന്റ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്കത് പോരാന്ന് തോന്നിയിട്ട് ഞാൻ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് നല്ല ഒറിജിനൽ പ്ലാന്റ്സ് തന്നെ കൊണ്ടുവെക്കുന്നുണ്ട് കേട്ടോ. ഒരു ഡെസ്ക് മേക്ക് ഓവർ ഒക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് ആവശ്യം എന്നുള്ളത് മനസ്സിലാവണത്. ഞാൻ ഈ ഒരു മേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് ഓർഗനൈസർ ഒക്കെ ചെയ്തു, പക്ഷെങ്കിൽ അതിൽ വെക്കാനുള്ള ഐറ്റംസ് സത്യം പറയുവെച്ചാൽ ഉണ്ടായിരുന്നില്ല. ഉള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി എന്റെ മനസ്സിൽ നല്ലൊരു ഐഡിയ ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് നല്ലൊരു മേക്ക് ഓവർ തന്നെ ചെയ്യാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.